നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് കാറുകളിൽ ഒന്നായ സ്വിഫ്റ്റിന്റെ 4ാം തലമുറ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് മാരുതി. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി പുത്തൻ സ്വിഫ്റ്റിലൂടെ നേട്ടങ്ങൾ കൊയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഹാച്ച് ബാക്ക് ഞെട്ടിക്കുന്ന മാറ്റങ്ങളുമായി അരങ്ങുവാഴാൻ എത്താൻ പോകുന്നത്. മുൻഗാമികളായ സ്വിഫ്റ്റിന് 3 തലമുറയിലും ലഭിച്ച സ്വീകാര്യത 10 മടങ്ങാക്കാനുള്ള അപ്ഡേറ്റുകളാണ് കാറിൽ ഇത്തവണ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിസൈനിലെ പരിഷ്കാരങ്ങളും ഫീച്ചറുകളിലെ ധാരാളിത്തവും സേഫ്റ്റിയിലെ മേന്മയും എല്ലാമാണ് പുത്തൻ സ്വിഫ്റ്റിനെ വേറിട്ട് നിർത്തുന്നത്. 6 വേരിയന്റുകളിൽ വിപണിയിൽ എത്തുന്ന പുത്തൻ മോഡലിന്റെ മാനുവൽ മോഡലുകൾക്ക് 6,49,000 രൂപ മുതൽ 9,14,000 രൂപ വരെയും ഓട്ടോമാറ്റിക് മോഡലുകൾക്ക് 7,79,000 രൂപ മുതൽ 9,64,000 രൂപ വരെയുമാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത്. വില പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ബുക്കിംഗ് ആരംഭിച്ച പുതുതലമുറ സ്വിഫ്റ്റിന് ഗംഭീര വരവേൽപ്പാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങി വെറും 8 ദിവസത്തിനുള്ളിൽ 10,000 യൂണിറ്റ് പ്രീ ബുക്കിംഗ് എന്ന നേട്ടം കൈവരിക്കാൻ മാരുതിക്ക് സാധിച്ചിട്ടുണ്ട്. മെയ് 1-നാണ് ബുക്കിംഗ് ഔദ്യോഗികമായി തുടങ്ങുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ 10,000-കണക്കിന് ആളുകൾ ഇരച്ചെത്തിയത് മാരുതിയെ വരെ ഞെട്ടിച്ചിട്ടുണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വില നിർണ്ണയം കൂടി വന്നതോടെ ബുക്കിംഗ് വേഗവും ഇനി കൂടുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. 2025 അവതരിപ്പിച്ചത് മുതൽ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നായിരുന്നു സ്വിഫ്റ്റ്. LXi, VXi, VXi-O, ZXi, ZXi Plus, ZX Plus ഡ്യുവൽ ടോൺ വേരിയന്റുകളിൽ നിലവിലെ സ്വിഫ്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. മുൻ തലമുറയിൽ നിന്നുള്ള ഡിസൈനിലെ മാറ്റങ്ങൾ എടുത്തു പറയാനുള്ളതാണ്. അടിസ്ഥാന രൂപം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും കൊണ്ടുവന്ന മാറ്റങ്ങൾ ആരെയും കൊതിപ്പിക്കും വിധമാണ്. മുൻപത്തേക്കാൾ മെലിഞ്ഞതായി കാണപ്പെടുന്ന സ്വീപ്പ് ബാക്ക് ഹെഡ്ലാമ്പുകളും കറുപ്പിൽ ഒരുങ്ങിയിരിക്കുന്ന ഫ്രണ്ട് ഗ്രില്ലുമാണ് മുൻവശത്തെ പ്രധാന ഹൈലൈറ്റുകൾ. ഹെഡ്ലൈറ്റുകൾ പ്രൊജക്ടർ യൂണിറ്റുകളാണെന്നതും പ്രായോഗികത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അഴക് വർദ്ധിപ്പിക്കാനായി കാറിന് ബൂമറാങ് ആകൃതിയിലുള്ള LED DRL-ഉം മാരുതി സുസുക്കി സമ്മാനിച്ചിട്ടുണ്ട്. ഗ്രില്ലിന് മുകളിലായാണ് സുസുക്കി ലോഗോ ഇത്തവണ ഇടം പിടിച്ചിരിക്കുന്നത് എന്നതും പുതുമ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 15 ഇഞ്ച് മെഷീൻ കട്ട് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ, ഇൻ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്ററുകളോട് കൂടിയ ORVM-കൾ എന്നിവയെല്ലാം തന്നെ ഉയർന്ന വേരിയന്റുകളിൽ കാണാൻ സാധിക്കും. പിൻവശത്തെ ഡോർ ഹാൻഡിൽ ഇപ്പോൾ ബോഡിയിലേക്ക് തിരിച്ചെത്തിയിട്ടുമുണ്ട്. പിൻവശത്ത് മാരുതി സ്വിഫ്റ്റിന് LED ലൈറ്റുകളുള്ള ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പുകളാണ് ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് വേരിയന്റുകളിൽ റിയർ വിൻഡ് സ്ക്രീൻ വൈപ്പർ, വാഷർ, ഡീഫോഗർ തുടങ്ങിയ സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 4 പാർക്കിംഗ് സെൻസറുകളോടൊപ്പം തന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും പുത്തൻ സ്വിഫ്റ്റിനൊപ്പം കിട്ടുമെന്നതും പ്രത്യേകതയാണ്. ഇന്റീരിയറിലും കാര്യങ്ങൾ പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ബലേനോ, ഫ്രോങ്സ് തുടങ്ങിയ മറ്റ് മാരുതി മോഡലുകളിൽ കണ്ടതിന് സമാനമായ സ്റ്റൈലാണ് കാറിൽ ഇപ്പോഴുള്ളത്. മൊത്തത്തിൽ പ്രീമിയം കാർ ഫീൽ കൊണ്ടുവരാൻ മാരുതി സുസുക്കിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. പുതിയ 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, മധ്യഭാഗത്ത് കളർ MID ഉള്ള അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തുടങ്ങിയ സവിശേഷതകളും കാറിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. 6 എയർ ബാഗുകൾ, പാർക്കിംഗ് സെൻസറുകൾ, ABS, ESC, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് തുടങ്ങിയ നിരവധി സുരക്ഷാ ഫീച്ചറുകളോടെയാണ് മാരുതി പുതിയ സ്വിഫ്റ്റിന്റെ എല്ലാ വേരിയന്റുകളും വരുന്നത്. കാർ മുൻപത്തേതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഘടനയിൽ ഉയർന്ന കരുത്തുള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും മാരുതി സുസുക്കി അവകാശപ്പെടുന്നുണ്ട്. പുതിയ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിന്റെ ഹൃദയം. ഇത് 82 bhp പവറിൽ പരമാവധി 112 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഗിയർ ബോക്സുകളാണ് ഓപ്ഷനിലുള്ളത്. മാനുവൽ പതിപ്പിന് 24.80 കിലോമീറ്ററിന്റെ മൈലേജാണ് കമ്പനി പറയുന്നത്. അതേസമയം മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ AMT വേരിയന്റിന് 25.75 കിലോമീറ്റർ മൈലേജും കിട്ടുമെന്നാണ് പറയുന്നത്. കാർ ഡീലർഷിപ്പുകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഡെലിവറികളും ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.